ശ്വേതാമസാണ്. അപ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങളോടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആനുവൽ എക്സാം ആണ്. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചതിൻ്റെ ഒക്കെ റിസൾട്ടാണ് നമുക്ക് ഈ ഒരു എക്സാമിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സെറ്റായിട്ട് നമ്മുടെ 2ാം ക്ലാസ്സിലെ മക്കൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് വില വിവര പട്ടിക എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ടാകും. ഈ പട്ടികയിൽ എന്തൊക്കെ ഉണ്ടാകും, ഇനങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടാകും അല്ലേ. ബിസ്ക്കറ്റ്, കേക്ക്, ചായ, സമൂസ, പഴംപൊരി, വട, നെയ്യപ്പം, വിലയുടെ ആഹ എന്തൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇതിന്റെ ഒക്കെ എന്ത് തന്നിട്ടുണ്ട്, വിലകളും നമുക്ക് തന്നിട്ടുണ്ട്. ബിസ്ക്കറ്റിന് 2 രൂപ, കേക്കിന് 2 രൂപ, ചായ 5, ഇങ്ങനെ ഓരോന്നിന്റെ നേരെ എത്ര രൂപയാണ് എന്ന് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ, ഇത്ര സാധനങ്ങൾ അവർ കഴിച്ചു, എത്ര രൂപയാണ് അവർക്ക് വിലയായത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളോട് ചോദ്യം വരിക കേട്ടോ. നമുക്ക് നോക്കി നോക്കാം എന്താണ് ചോദ്യം എന്നുള്ളത്. ജോബിയുടെ സംഘത്തിലെ 4 പേർ കേക്കും 6 പേർ നെയ്യപ്പവും കഴിച്ചു, ആകെ എത്ര രൂപയായി എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, സംഘത്തിലെ 4 പേരാണ് കേക്ക് കഴിച്ചത്, കേക്കിന് എത്ര രൂപയാണെന്ന് നോക്കാം. കേക്കിന് 2 രൂപ അല്ലേ. ഒരു കേക്കിന് എത്രയാണ് മക്കളെ, ഒരു കേക്കിന് 2 രൂപയാണ്. അങ്ങനെയെങ്കിൽ 4 കേക്കിന് എത്ര രൂപയായിരിക്കും ആവുക അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 2 + 2 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 × 4 2 × 4 ചെയ്താൽ മതി. അപ്പൊ എത്രയായിടാ, 8 രൂപ. 2 × 4 എന്ന് പറയുമ്പോൾ 8 രൂപയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതിയിടാ, നമ്മളിവിടെ ഫില്ല് ചെയ്ത് വെക്കാം. 4 കേക്കിന്റെ വില എന്ന് പറയുമ്പോൾ 4 × 2 അതായത് 8 രൂപ. ഇനി ഒരു നെയ്യപ്പത്തിന്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. 6 നെയ്യപ്പത്തിന്റെ വില എത്രയായിരിക്കും, 6 × 10 അതായത് 60 രൂപ. ആകെ വില കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, 60 രൂപയും 8 രൂപയും കൂടെ നമ്മൾ കൂട്ടണം അല്ലേ. അതായത് 60ഉം 8ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. സോ 0 + 8 എന്ന് പറയുന്നത് 8 ആണ്. ഇവിടെ എന്താണെടാ, 6 ആണ്. സോ 68 rupees ആയിരിക്കും ആകെ ആവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.